അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ മനസ്സിന് സമാധാനം ഉണ്ടാവേണമെങ്കിൽ തെറ്റുകൾ ചെയ്യാത്ത ജീവിതം ഉണ്ടാവണം. ഒരു ദിവസത്തിലെങ്കിലും നിങ്ങൾ ഒന്ന് എണ്ണി നോക്കുക, നിങ്ങൾ എത്രയാണ് തെറ്റുകളിലേക്ക് പോകുന്നത്. ഒരു ദിവസം നിങ്ങൾക്കൊരു തെറ്റുപോലും ചെയ്യാത്ത, നിങ്ങൾക്ക് തെറ്റു ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അന്ന് കിട്ടുന്ന മനസ്സിൻ്റെ ഒരു സമാധാനം അത് വളരെ വലുതാണ്. നിങ്ങൾ അനുഭവിക്കണമത്. ഒരു തെറ്റ് ചെയ്യാതെ കൃത്യമായി നിസ്കരിച്ചു, സുബ്ഹി മുതൽ കൃത്യമായി നല്ല കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെട്ടു, അനാവശ്യ വർത്തമാനങ്ങളില്ല, അനാവശ്യമായ ചിന്തകളിലേക്ക് പോയില്ല, അനാവശ്യമായ കാര്യങ്ങൾ വായിച്ചില്ല, എഴുതിയില്ല, അനാവശ്യമായത് ചർച്ചയ്ക്ക് പോയില്ല. നിങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു ദിവസത്തെ ജീവിതം പടച്ചതമ്പുരാൻ പറഞ്ഞ പോലെ ജീവിച്ചാൽ ലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, വളരെ മനോഹരമായ സംതൃപ്തമായ ജീവിതം നിങ്ങൾക്ക് അല്ലാഹു നൽകും. അവിടെ നിങ്ങൾക്ക് സന്തോഷമുണ്ട്, അവിടെ നിങ്ങൾക്ക് ആനന്ദമുണ്ട്. എന്ത് പ്രതിസന്ധി വന്നാലും നിങ്ങൾ കുലുങ്ങുന്നില്ല. എന്തേ? അല്ലാഹുവിൻ്റെ വഴിയിലാണ് നിങ്ങളുള്ളത്. അവിടെ പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് കൂടെയുണ്ട്. ഇതല്ലാതെ ഒരു വഴി ഈ ലോകത്തില്ല. സമാധാനത്തിൻ്റെ വഴിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആർപ്പ് വിളിയും മട്ടഹാസവും പൊട്ടിച്ചിരിയും ഗാലറിയിൽ ഇരുന്നു കൊണ്ട് ഉന്മാദ ചിത്തരായി ആർത്തട്ടഹസിച്ച് തങ്ങളുടെ ടീമിന് വേണ്ടി ശബ്ദകോലാഹലമുണ്ടാക്കുന്ന ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. എന്ത് ലഹരിയും എന്ത് ആനന്ദം വേണമെന്ന് വിചാരിച്ച് മനുഷ്യ ചിന്തകളെ, മനസ്സിനെ, മനുഷ്യന്റെ ബുദ്ധിയെ മറപ്പിച്ചു കളഞ്ഞ്, അതിന് മറയിട്ട് കളഞ്ഞ് നിങ്ങൾ ഉന്മാദ ലഹരിയിൽ ആർത്ത് തിമിർത്താടിയാലും അത് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യത്തിലേക്കാണ് തിരിച്ചു വരുന്നത്. ആ യാഥാർത്ഥ്യം അവിടെ ഇല്ലാതെയാവുന്നില്ല. നട്ടുച്ച നേരത്തെ സൂര്യന്റെ വെയില് കണ്ണിലേക്ക് വരുമ്പോ എനിക്ക് വെയിൽ വേണ്ട എന്ന് പറഞ്ഞ് കണ്ണ് ചിമ്മി പിടിക്കുന്ന പോലെ വെയിലവിടെ ഉണ്ടല്ലോ, കണ്ണ് ചിമ്മിയ മനുഷ്യൻ കണ്ണ് തുറന്നാൽ വീണ്ടും അത് കാണുകയായി. എന്നാൽ മനുഷ്യ മനസ്സിന് സമാധാനമുണ്ടാകാൻ അല്ലാഹു നിശ്ചയിച്ച വഴി ദിക്റാണ്, ഖുർആൻ പാരായണമാണ്, നാവും നമ്മുടെ ചെവിയും നമ്മുടെ മനസ്സും നിയന്ത്രിക്കലാണ്. അങ്ങനെയുള്ള മനുഷ്യർക്ക് എന്തൊരു സമാധാനമാണ് ഇവിടെ, എന്തൊരു മനോഹരമാണ് ജീവിതം. അത്തരക്കാരായ ആളുകൾ വാർദ്ധക്യത്തിലേക്ക് എത്തിയാൽ പോലും പിച്ചും പിഴയും പറയാന്ന് പറയുന്ന അസുഖം പോലും അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ച ആളുകൾക്ക് വരുന്നില്ലെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്.